അപ്പോൾ ഇന്ന് ശിവരാത്രി ആയിട്ട് ഞാനും സോവും കൂടി ആക്കര അമ്പലത്തിലും ഒക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ശിവരാത്രി വ്രതം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അല്ലേ സൗമ്യ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും യാക്കര അമ്പലത്തിൽ പോകണം, പെങ്ങളുടെ അവിടെയൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഒന്ന് ഫുള്ള് ശിവരാത്രി ആയിട്ട് ഇന്ന് വ്രതം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉറക്കം ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും സൗവും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ്ട്. ഞങ്ങൾ വൈകുന്നേരം ആയില്ലേ സൗമ്യ? 5:45 കേസ്. അപ്പോൾ 6 മണിയാകുമ്പോൾ വിളക്കൊക്കെ വെച്ച് കൊളുത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അല്ലേ. ഇന്ന് അമ്പലങ്ങൾ ഞങ്ങളവിടെ നാട്ടിൽ യാക്കര അമ്പലത്തിൽ രാത്രി ഫുള്ള് പരിപാടികളുണ്ട്. പിന്നെ ഇവിടെ മണലൂർ ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രം ഉണ്ട് കേട്ടോ കേസ്. അവിടെയും എല്ലാവിടെയും നല്ല അടിപൊളി പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഇല്ലേ വീട് കെട്ടി ഞങ്ങളുടെ ആദ്യത്തെ ശിവരാത്രിയാണ് ഇവിടെ. അപ്പം എന്തായാലും ഉറക്കം ഒഴിക്കാന്ന് സൗ പറയുന്നുണ്ട്. ഞാൻ എത്ര നേരം നിൽക്കുന്ന അറിയില്ല. എന്തായാലും സൗമ്യ ഉറക്കം ഒഴിക്കുന്നുണ്ട് കേസ്. അവള് കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ ഇങ്ങനെ ഉറക്കമൊഴിക്കലും ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് ഉറക്കം ഒഴിക്കണത് എന്ന് വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ അത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അറിയില്ല. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന ആളാണ് ഞാൻ. എന്തായാലും നോക്കാം അല്ലേ സാർ? സമയം കറക്റ്റ് 5:50 ആയിട്ടുള്ളൂ കേസ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഗണപതിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. അതല്ലേ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ സരസ്വതി ദേവിൻ്റെയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ തിരി കൊളുത്തുന്നത് ഇതിലാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ളിലുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് കേസ് നമ്മൾ വിളക്ക് വെക്കാൻ പോണത്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പൂജാമുറികളൊന്നും സൗകര്യം ഇല്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരമാണ് കേട്ടോ കേസ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഭഗവാന്റെ ഫോട്ടോ ഒക്കെ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് തിരിയൊക്കെ കൊളുത്താൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം. ഇവിടെ നമുക്ക് പൂജാമുറി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ആയിട്ട് നമുക്ക് നമ്മുടെ തിരികളും എല്ലാം ഇതിൽ വെക്കാം കേട്ടോ. ഈ ചന്ദനത്തിരി നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മഹാദേവൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ നമ്മൾ മുരുക ഭഗവാൻ്റെയും ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തിരി കൊളുത്താട്ടോ. ഓം നമോ നാരായണായ നമഃ. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. അപ്പോൾ തിരികളൊക്കെ വെച്ചിട്ടുണ്ട് കേസ്. ഇവിടെ ഭഗവാനെ ഇവിടെ തിരികളൊക്കെ വെച്ച് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി നമ്മളിനി നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അപ്പോൾ ശിവരാത്രിക്ക് നമ്മുടെ സൂര്യഭഗവാൻ വലിയൊരു ഇതിലായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഫോണിൽ അത്രയ്ക്ക് സൂമിങ് ഇല്ല, എന്നാലും നേരിട്ട് കാണുമ്പോൾ നല്ല ചുവന്ന് നിൽക്കുന്ന സൂര്യഭഗവാനെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ. ഉമ്മ പേടിയാണല്ലേ, അത്രയും വലിയ തീകോളമായിട്ട് നിൽക്കുകയാണ് സൂര്യഭഗവാൻ. ശിവരാത്രി വർഷങ്ങളായിട്ട് ഈ കണ്ടത്തിലാണ് കേസ് നമ്മുടെ വേലപ്പരിപാടികളൊക്കെ നടത്തുന്നത്. ഈ സ്ഥലത്താണ്. അവിടെ വലിയൊരു സ്റ്റേജ് വരും. ഇത്രയും വിശാലമായ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ കേസ്. ഈ പ്രാവശ്യം പക്ഷേ എന്താ പറയുക, നമ്മുടെ കനാൽ വെള്ളം വിട്ടത് കൊണ്ട് ഇവിടെയൊക്കെ വെള്ളമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പുറത്താണ് കേട്ടോ. അപ്പോൾ പന്തലൊക്കെ നടക്കുന്നത്, പന്തലിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഭാഗത്തായിട്ടാണ് ഗാനമേളയും കാര്യങ്ങളും പരിപാടികളൊക്കെ ഇതിൻ്റെ ഇപ്പുറത്ത് കൂടിയിട്ടാണ് കേസ് പോകേണ്ടത്. അതിലേ പോയി കഴിഞ്ഞാൽ അവിടെയാണ് പന്തലുകളൊക്കെ വരുന്നത്. ഇവിടെയായിരുന്നു അടിപൊളി അല്ലേ സൗമ്യ? ഇവിടുന്ന് റോട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ നിൽക്കാം, അടിപൊളിയായിട്ട് നല്ല ഒരുപാട് ജനങ്ങൾക്ക്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു കണ്ടമായിരുന്നു. പക്ഷേ ഫുള്ള് അതിൽ വെള്ളമായതുകൊണ്ട് ഈ പ്രാവശ്യം മാറ്റിയില്ലേ. അപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ ശിവക്ഷേത്രം. അവിടെ പോയി തൊഴുതിയിട്ട് തിരിച്ചു വരാട്ടെ കേസ്. യാക്കര അമ്പലത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ തുടങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അവിടെയാണ് സ്റ്റേജ്. അപ്പോൾ തിരുവാതിരക്കളിയും പിന്നെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ സിനിമയൊക്കെ ഉണ്ട് കേട്ടോ കേസ്. 12 മണിക്ക് സിനിമയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ആളുകളൊക്കെ ഒരുപാട് പേര് വന്ന് തൊഴുതാനും ഒക്കെ ആയിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും തൊഴുതി ഇറങ്ങി
ഇനി നേരെ പെങ്ങളുടെ അവിടെ പോയിട്ട് കുട്ടികളെയൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നിട്ട് തന്നെ വരുള്ളൂ കേട്ടോ കേസ്. സമയം ഇപ്പോൾ 2:15 ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് അല്ലേ. സൗദ അവിടെ നിലത്തിരിക്കണം, തലയാണയൊക്കെ വെച്ചിട്ട് ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. 2:15 വരെ ഞാനും കറക്റ്റ് 2:15 വരെ നിന്നു കേട്ടോ. ആദ്യമായിട്ടാണ് 2:15 വരെ നിൽക്കുന്നത് കേട്ടോ. അധികവും ഞാൻ ശിവരാത്രി എടുക്കാറില്ല. 12 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങും. ഇന്ന് സമയം 2:15 വരെ ഒപ്പിച്ചു. എന്തായാലും 5 മണി ആക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സമയം നോക്കാം. അപ്പോൾ സമയം അതിരാവിലെ 3 മണിയുടെ കേസ് 3 മണിയായി. അപ്പോൾ ഇപ്പോഴും ഞങ്ങളിതാ ടി വിയിലൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ്. സൗ ഇവിടെ 3 മണിയായപ്പോൾ സൗമ്യ ചായ വെക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അല്ലേ സൗ? ഞങ്ങൾ ഉറക്കമൊഴിക്കില്ല പറഞ്ഞിട്ട് ഇരുന്നാണ്ട് കേസ്. അല്ല അതെ ഇപ്പോൾ ക്ഷീണമില്ല. 3 മണിയായി ഞങ്ങൾ ഉറക്കമൊക്കെ പോയിട്ടാണ്. അപ്പം എന്തായാലും ഇത്ര നേരം നമ്മുടെ കുറച്ചപ്പുറത്ത് നമ്മുടെ തൊട്ട് വീടിൻ്റെ കുറച്ചപ്പുറത്ത് വോളിബോൾ കളിച്ചിട്ട് എല്ലാവരും പോയിട്ടാ. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതല്ല നമ്മുടെ ചെടി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഴയ വീട്ടിലിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. അത് ഇവിടെ കൊണ്ട് വെച്ചു അല്ലേ. ഇത് അല്ല ഇതൊരു അടിപൊളിയാണ് കേട്ടോ. ഇതും ഞങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. അതെ ഒരു മാന് പോലുള്ള ഒരു സംഭവം അല്ലേ. കണ്ണനും രാധയും ഇവിടെ താമരക്കണ്ണൻ അല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വെളിയിൽ നോക്കാട്ടെ കേസ്. വെളിയിൽ കാണിച്ചു തരാം. മുട്ടയൊക്കെ എത്ര നേരം ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും പോയി. ഒരു മിനിറ്റ്. അത് രാവിലെ ആണെങ്കിലും ഇത്ര നേരം അവിടെ കളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. ഞങ്ങൾ പക്ഷേ ഉറങ്ങിയില്ല. അത്ര നേരം റൂമിൽ സിനിമയൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ്. അവിടെ വായനശാലയുടെ പിള്ളേരുണ്ട് തോന്നുന്നു അല്ലേ സാർ? ഓക്കെ എന്തായാലും നമുക്കുള്ളിലേക്ക് പോവാം അല്ലേ. അടിപൊളിയായിട്ട് 3 മണി വരെ ഉറക്കം വെച്ചു അല്ലേ സോ അല്ലേ. മുഖത്ത് ക്ഷീണമൊന്നുമില്ല. അതെ 2:30 വരെയൊക്കെ നന്നായി ഉറക്കം വന്നു. ഞാൻ ഇവിടെ കണ്ടില്ലേ, ഞാനിതാ തലകാണിയൊക്കെ ഇട്ടിട്ട് ഇവിടെ കിടക്കാൻ വേണ്ടി നിന്നാ. പക്ഷെ പെട്ടെന്ന് ഉറക്കം പോയി. അടിപൊളി അല്ലേ. ഞാൻ എന്തായാലും 5 മണി വരെ ഇരിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ശിവരാത്രി എടുത്തുണ്ട് കേസ് അല്ലേ. ഞാൻ 1-2 കൊല്ലം എടുക്കാനേ പറ്റിയിട്ടില്ല. 10 മണി 10:30 ആകുമ്പോൾ ചിലപ്പോൾ 12 മണി വരെയൊക്കെ മാക്സിമം പിടിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് ഉറങ്ങാറാണ് പതിവ്. ഇന്ന് 3 മണി വരെ പിടിച്ചു നിന്നു. അപ്പം ഇനി പുകയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് സുഖമായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് 5 മണി ആക്കണം. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് ഒന്ന് അമ്പലത്തിലും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ശിവരാത്രി വ്രതം അല്ലേ. പുതിയ വീട്ടിൽ ആദ്യമായിട്ട് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ടി വി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ശിവഭഗവാന്റെ ഓരോ കഥകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കുമ്പോൾ കാണാം. അപ്പോൾ ചൂട് ചായ വന്നു കഴിഞ്ഞു. നല്ല ചൂടുണ്ട്. കട്ടൻ ചായ കേട്ടോ. ഇപ്പോഴും നമ്മൾ വെളിയിൽ പോയാൽ മാത്രമേ തന്നെ ഞങ്ങൾ 2 പാൽ ചായ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കട്ടൻ ചായയാണ്. അപ്പോൾ തിളച്ച് വന്നിരിക്കുന്ന കട്ടൻ ചായ അതമ്മേ ഉറക്കം പോകാനും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കട്ടൻ ചായ കുടിച്ചാലോ. ലൈറ്റുകളൊക്കെ ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ. വെറുതെ ലൈറ്റ് ഇട്ടൊന്നുമില്ല അല്ലേ. ഈ വെളിച്ചത്തിൽ എങ്ങനെ വീഡിയോ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതാ ചായയൊക്കെ വന്ന് നല്ല ചൂടുണ്ട് കേട്ടോ. ചായ കുടിക്കണം. അയ്യോ ഇപ്പോൾ കുടിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അല്ല ഗൈസ്, ഇന്ന് ശിവരാത്രി ആയിട്ട് ആരൊക്കെ ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ട്? ഞങ്ങൾ ഇന്ന് 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ യാക്കര ശിവക്ഷേത്രത്തിലൊക്കെ പോയി 8 മണി വരെ അവിടെ ഇരുന്നിട്ട് പെങ്ങളുടെ അവിടെയൊക്കെ പോയി അല്ലേ. വീണ്ടും അമ്പലത്തിൽ പോയി. പിന്നെ അങ്ങനെ 10-10:30 കേസ് വന്നിട്ട് ഇപ്പോൾ സമയം കാണിച്ചു തരാം കേട്ടോ. എത്ര മണിയായിരുന്നു ഇപ്പോൾ സമയം? രാത്രി അതിരാവിലെ 3:15 കേസ്. അപ്പോൾ ഞങ്ങളിപ്പോഴും
എന്താ പറയുക TV ഒക്കെ കണ്ടിട്ട് ശിവഭഗവാന്റെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ സോം കൂടിയിട്ട് അല്ലേ സോ. അപ്പോൾ അടിപൊളിയായിട്ട് ഗൈസ്. അല്ല ഗൈസ്, ഇന്ന് ശിവരാത്രി ആയിട്ട് ആരൊക്കെ ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ട്? ഞങ്ങൾ ഇന്ന് എന്താ പറയുക 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ യാക്കര ശിവക്ഷേത്രത്തിലൊക്കെ പോയി 8 മണി വരെ അവിടെ ഇരുന്നിട്ട് പെങ്ങളുടെ അവിടെയൊക്കെ പോയി അല്ലേ. വീണ്ടും അമ്പലത്തിൽ പോയി പിന്നെ അങ്ങനെ 10-10:30 കേസ് വന്നിട്ട് ഇപ്പോൾ സമയം കാണിച്ചു തരാം കേട്ടോ എത്ര മണിയായിരുന്നു. ഇപ്പോൾ സമയം രാത്രി, അതായത് അതിരാവിലെ 3:15 കേസ്. അപ്പോൾ ഞങ്ങളിപ്പോഴും എന്താ പറയുക TV ഒക്കെ കണ്ടിട്ട് ശിവഭഗവാന്റെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ സോം കൂടിയിട്ട് അല്ലേ സോ. അപ്പോൾ അടിപൊളിയായിട്ട് കേസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേസ് ശിവരാത്രി വ്രതം എടുക്കുന്നത്. ഇത് ഇത്ര നേരം എടുക്കുന്നത് ആദ്യമായിട്ടാണ്. സൗമ്യ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 12 മണിയാകുമ്പോഴേക്കും കിടക്കാണ് പതിവ്. ഇന്ന് എന്തായാലും ശിവരാത്രി വ്രതം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉറക്കം ഒഴിക്കാനുണ്ട് കേസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുകയാണ്. അപ്പോൾ സൗ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ഇവിടെ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചായയാണ്, അതായത് കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വ്രതം എടുക്കുകയാണ്. ഇനി രാവിലെ എന്താ പറയുക 5-5:30 ആകുമ്പോൾ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ വീണ്ടും പോയി കഴിയുമ്പോൾ നമ്മളെ വ്രതം അവസാനിക്കട്ടെ കേസ്. അപ്പോൾ ശിവരാത്രി വ്രതം എടുത്തവരെന്തായാലും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 6:20 കേട്ടോ. ഞങ്ങൾ കുളിച്ച് റെഡിയായി. അപ്പോൾ നമ്മുടെ ശിവരാത്രി വ്രതം അല്ലേ, രാത്രി ഫുള്ളായി ഇരുന്ന് ഉറക്കം ഒഴിച്ചു വിട്ടാ ഗൈസ്. കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. നമ്മൾ നേരെ ശിവരാത്രി വ്രതം ലാസ്റ്റ് പൂർണ്ണമാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകണം എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നമ്മുടെ കൽപ്പാത്തിയിൽ ശിവക്ഷേത്രത്തിലേക്ക് പോവാണ് അല്ലേ. ഇനിയിപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ശിവരാത്രി വ്രതം പൂർണ്ണമാകും. അപ്പോൾ ഇനി കൽപ്പാത്തിയിലെ കാഴ്ചകളും അവിടെ പോണതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടെ കേസ്. സമയം കാണിക്കാം. അപ്പോൾ കറക്റ്റ് 6:20 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. നേരമൊന്നും വെളുത്തിട്ടില്ല അതില്ലേ, നേരം വെളുത്തിട്ടില്ല, ഭയങ്കര ഇരുട്ടാണ്, വെളിയിലൊക്കെ ഇരുട്ടാണ്. എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് അല്ലേ സൗമ്യ കളിച്ച് ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും വിളക്കൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് കൽപ്പാത്തിയിൽ കാഴ്ചകളും കൂടി കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ വൈൻഡപ്പ് ആകണം കേട്ടോ കേസ്. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. അപ്പോൾ 2026 മെയ് 25 മഹാകുംഭാഭിഷേകം നടക്കുന്നതിനാൽ ക്ഷേത്രം നവീകരിക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് കൂടെ പോയി നേരെയാണ് ക്ഷേത്രം. അവിടെയാണ് എല്ലാ പ്രതിഷ്ഠകളും എല്ലാം ഉള്ളത് കേട്ടോ കേസ്. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുതിട്ട് ഞങ്ങൾ കൽപ്പാത്തിയിൽ നിന്നും ഇവിടെ പറയാണ്. അപ്പോൾ ഇനി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയായിരുന്നു നമ്മൾ ആദ്യമൊക്കെ കൽപ്പാത്തി തേരിൻ്റെ സമയത്തൊക്കെ വന്നപ്പോൾ ഇതിലൂടെയാണ് നേരിട്ട് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിരാവിലെയുള്ള കൽപ്പാത്തി അഗ്രഹാര വീതികളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നേരെ പോണത് മന്തക്കര ഗണപതി അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കാണ്. രണ്ട് സൈഡും കൽപ്പാത്തി അഗ്രഹാരങ്ങൾ, വീടുകളുടെ ഫ്രണ്ടിൽ കോലമൊക്കെ ഇട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ അതിരാവിലെ വരുമ്പോഴും വൈകുന്നേരത്തൊക്കെയാണല്ലോ കാണുന്നത്. നല്ല ഭംഗിയാണ് കേസ് കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ?
अक्षोतिरुषा निर्बुधं गिळः मादते तं चापि चितमान् दामोदरमेण चलमर्षितः रुक्मे चितं मया अत्रेमेव रन्दुप्राप्तिगामिनी तथा नभोवाणी बलेनैव चितो मृगः विडमलो वचनेनैव रत्नेव